ഇനി എങ്ങനെ നിങ്ങൾ മാലപ്പാട്ട് ചൊല്ലും? ഇനി എങ്ങനെ ഖുത്ബിയത്ത് മങ്കൂസ് മൗലീദ് ഇനി നിങ്ങൾക്ക് എങ്ങനെ ചൊല്ലാൻ പറ്റും? കാരണം പേരോട് മുസ്ലിയാർ തന്നെ പറഞ്ഞു, ഇനി എങ്ങനെയാണ് മൗലിദ് ചെല്ലാൻ പറ്റും? ഖുത്ബിയത്ത് ഇനി എങ്ങനെ ചെല്ലാൻ പറ്റും? രണ്ടും കൂടി കൂട്ടിച്ചേർത്താ പറഞ്ഞത് കേട്ടോ. അത് പറ്റൂല, ഇനി മൗലിദ് എല്ലാം തന്നെ പറ്റൂല. അതിൻ്റെ കാരണം എന്താണ്? അത് പേരോട് ഉസ്താദ് പറഞ്ഞു എന്നുള്ളതാണ് പറയണത്. പേരോട് ഉസ്താദ് പറഞ്ഞതും ഇനി മങ്കൂസ് മൗലൂദ് ഓതാൻ പറ്റുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ള നമുക്ക് നോക്കാം ഇൻഷാ അല്ലാഹ്. കാരണം പേരോട് മുസ്ലിയാർ തന്നെ പറഞ്ഞു, അള്ളാന്റെ റസൂലിന്റെ ഒറിജിനൽ കോലത്തിൽ അള്ളാഹുവിന്റെ റസൂലിനല്ലാതെ വരാൻ കഴിയൂല, ശൈത്താൻ ഇടപെടൂല. ശൈത്താനിനൊരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടാൻ കഴിയൂല. പക്ഷേ അള്ളാഹുവിന്റെ റസൂലിന്റെ രൂപത്തിൽ അള്ളാഹുവിൻ്റെ റസൂലിനല്ലാതെ വരാൻ കഴിയൂല. അതുകൊണ്ടെന്തായി? അത് പേരോടുസാദ് പറഞ്ഞു. പേരോടുസാദ് പറഞ്ഞതല്ല, അത് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. അപ്പോൾ അതുകൊണ്ടെങ്ങനെ ഈ മങ്കൂസ് മൗലൂദ് എന്തൊക്കെ എന്താ ബന്ധം? ഒരു ബന്ധവുമില്ല. ഇനി ഇയാൾ ബന്ധം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്, ബന്ധം ആകണില്ല എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെടുകയാണ്. അതാണ് ഇനി കാണാൻ പോണത് ഇൻഷാ അല്ലാഹ്. ശൈത്താന് എൻ്റെ രൂപത്തിൽ വരാൻ കഴിയൂല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾ നോക്കൂ അയാൾ ബാക്കി പറയുന്നത്. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, അള്ളാന്റെ റസൂലാണ് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് നബി തങ്ങളുടെ രൂപത്തിലല്ലാതെ ശൈത്താന് വരാലോ? അത് ആ രൂപത്തിലല്ലേ പേരോട് മുസ്ലിയാർ സംസാരിച്ചിട്ടുള്ളത്. അതോടുകൂടി മങ്കൂസ് മൗലീദിന്റെ കാര്യവും തീരുമാനമായി. കാരണം നബിയാണെന്ന് ഉറപ്പിക്കണമെങ്കിൽ അത് സഹാബിക്കെ ഉറപ്പിക്കാൻ പറ്റൂ. അല്ലെങ്കിൽ അള്ളാന്റെ റസൂലിന് ഹദീസിൽ പറഞ്ഞ ഏതൊക്കെ ഗുണങ്ങളുണ്ടോ അതൊക്കെ ശരിക്ക് കലക്കി കുടിച്ച ഒരു പണ്ഡിതന് മാത്രമേ നബിയെ കണ്ടാ നബിയാണെന്ന് മനസ്സിലാകൂ. അല്ലാത്തവരുടെ കാര്യം അത് ശൈത്താനാവാം എന്ന് പേരോട് മുസ്ലിയാർ ആ സത്യം ലോകത്തോട് വിളിച്ചു പറഞ്ഞു. അൽഹംദുലില്ലാഹ്. അതോടുകൂടെ മങ്കൂസ് മൗലിദും തോട്ടിലേക്ക് എറിയണം. ആ സത്യം ലോകത്തോട് വിളിച്ചു പറഞ്ഞു. അൽഹംദുലില്ലാഹ്. അതോടുകൂടെ മങ്കൂസ് മൗലൂദും തോട്ടിലേക്ക് വലിച്ചെറിയണം. വലിച്ചെറിയാനായിട്ടില്ല. വലിച്ചെറിയണമെങ്കിൽ ഞങ്ങൾ നേരത്തെ പറഞ്ഞു, നിങ്ങളുടെ ശൈത്താന്മാർ നിങ്ങളോട് വന്ന് പറയണം. എന്തേ? നമ്മൾ തന്നെ കേട്ടോ, ആ മങ്കൂസ് മൗലൂദിൻ്റെ ലാസ്റ്റ് കണ്ടത് നമ്മൾ തന്നെ കേട്ടോ എന്ന് നിങ്ങൾക്ക് ശൈത്താന്മാർ നിങ്ങൾക്ക് ഉറപ്പ് തരണം. നിങ്ങൾ വലിച്ചെറിഞ്ഞോളി, അതിന് നമ്മളോട് ആരും പ്രശ്നമല്ല. അതേ സമയത്ത് നിങ്ങൾക്ക് കിടന്ന് ഉറപ്പിട്ടേ വലിച്ചെറിയണത് ശൈത്താനാണെന്ന് ഉറപ്പിട്ടണ്ടേ? വലിച്ചെറിയണം എന്നുള്ളതിന് തെളിവെന്താ പറയണത്? ശൈത്താൻ ആവാലോ എന്നുള്ളതിന് അത് പിന്നെ ആവാന്നുള്ളതിനൊക്കെ വലിച്ചെറിയാൻ പറ്റുമോ? ആവാന്നുള്ളതിന് വലിച്ചെറിയാൻ പറ്റുമോ? ആവാന്നുള്ളതിന് വലിച്ചെറിയാൻ നിൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ പറയുന്നില്ലേ പല ആൾക്കാരുടെ രൂപത്തിലും ശൈത്താൻ വരും എന്നുള്ളത്? അങ്ങനെയാണ് ഇത് ഹുസൈൻ സലഫി അല്ലത്. ഈ വന്നത് ഹുസൈൻ സലഫി അല്ല, അത് ഏതോ ഒരു ശൈത്താനാണ് ഹുസൈൻ സലഫിൻ്റെ രൂപത്തിൽ വന്നതാണ്. അത് നിങ്ങൾ ജിന്നാൾ പറയണില്ലേ? അതുകൊണ്ട് അങ്ങനെ ആവാന്നുള്ളത് കൊണ്ട് ഹുസൈൻ സലഫിൻ്റെ ഈ പ്രഭാഷണം ആരും കേൾക്കേണ്ട, തോട്ടിലേക്ക് വലിച്ചെറിയേണ്ടതാണ്. കാരണം ആ രൂപത്തിൽ ശൈത്താൻ്റെ രൂപത്തിൽ അല്ല, ഹുസൈൻ സലഫിൻ്റെ രൂപത്തിൽ, രണ്ടോന്ന് തന്നെ, ഹുസൈൻ സലഫിൻ്റെ രൂപത്തിൽ ശൈത്താൻ വന്നതാവാം. പാടിക്കോളി. ഇങ്ങോട്ട് ഒഴിവാക്കി കളി പറ്റൂലേ? നിങ്ങൾ ശൈത്താൻ വന്ന് ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടോ മങ്കൂസ് മൗലൂദിൻ്റെ ലാസ്റ്റിൽ നമ്മൾ തന്നെയാണെന്നുള്ളത്? അങ്ങനെയാണെങ്കിൽ തോട്ടിലേക്ക് വലിച്ചെറി. ഓക്കെ. കാരണം അതിന്റെ അവസാന ഭാഗത്ത് പറയുന്ന കഥ ഒരു അമുസ്ലിമായ മനുഷ്യൻ റസൂലുള്ളാഹിനെ സ്വപ്നം കണ്ട കഥയാണ്. പോയില്ലേ, മങ്കൂസ് തോട്ടിലായി. അപ്പോ മങ്കൂസ് മൗലിദിന്റെ ലാസ്റ്റ് ഭാഗം ഉണ്ടാക്കിയത് ഹുസൈൻ സലഫി അല്ല. ഹുസൈൻ സലഫിന്റെ ശൈത്താന്മാരും എല്ലാവരും കൂടി ഉണ്ടാക്കിയതല്ല. അതുണ്ടാക്കിയതാരാ? മഖ്ദൂം കുടുംബത്തിൽ നിന്ന് മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ ഉണ്ടാക്കിയതാ. സൈനുദ്ദീൻ മഖ്ദൂം റഹ്മത്തുള്ളാഹി അലൈഹിക്ക് ഇങ്ങനെ ഒരു സംഭവം ബോധ്യപ്പെടുമ്പോൾ കാണുമ്പോൾ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കണ്ടതിൻ്റെ മാത്രയിൽ ആ മനുഷ്യൻ ഇസ്ലാമിലേക്ക് വന്നതും അതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വമായി അവിടുത്തെ മദ്ഹായി ആർക്കും ബോധ്യപ്പെടുന്ന സംഗതികളാണ്. ഈ മദ്ഹിനെ സൈനുദ്ദീൻ മഖ്ദൂം റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തുമ്പോൾ മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റഹ്മത്തുള്ളാഹി അലൈഹിക്ക് ബോധ്യപ്പെട്ടാൽ മതി,
ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തന്നെ കണ്ടതിൻ്റെ അടയാളങ്ങളും കണ്ടതിൻ്റെ ബോധ്യങ്ങളും ബഹുമാനപ്പെട്ടവർക്ക് ബോധ്യപ്പെട്ടാൽ അത്തരത്തിലുള്ള വലിയ ഇൽഹാമുള്ള മഹാരഥന്മാർ ഇത്തരം സംഭവങ്ങൾ എഴുതി വെക്കുമ്പോൾ അതിനെക്കുറിച്ച് ഒരു ഉസ്താദും സംശയം പറയാറില്ല. അതിനെക്കുറിച്ച് ഒരു ഉസ്താദ് ഒരു വിഷയം ആരും സൂചിപ്പിച്ചിട്ടില്ല. അതേ സമയത്ത് ഹുസൈൻ സലഫിയെ പോലെയുള്ള ആരെങ്കിലും വന്നിട്ട് ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കണ്ടു, ഇതാ ഇന്നാലിന്ന ഉസ്താദ് ശരിയല്ല, അയാളുടെ ആശയം ശരിയല്ല, അല്ല ഇന്നാലിന്ന പണ്ഡിത സഭ ശരിയല്ല, ഇന്നാലിന്ന സംവിധാനം ശരിയല്ല എന്ന് പറഞ്ഞ് പുതുതായ ഓരോ സംഗതികളും ഇന്നേ വരെ കേൾക്കാത്ത പല ആശയങ്ങളും ഇവിടെ പലരും പറയുമ്പോൾ ആ പറയുന്ന ആളുകൾ കണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെയാണെന്ന് ഉറപ്പിക്കാൻ അവർക്ക് വകുപ്പില്ല. ഇതാ പറഞ്ഞിട്ടുള്ളൂ. മങ്കൂസ് മൗലൂദിൻ്റെ അവസാന ഭാഗത്ത് അനിസ്ലാമികമായിട്ടുള്ള എന്തെങ്കിലും സംഭവം അതിൽ കണ്ടോ? ആ മുസ്ലിം സഹോദരൻ ഇസ്ലാമിലേക്ക് വന്ന സംഭവമാണ് പറയുന്നത്. അത്തരം സംഭവങ്ങൾ ശൈത്താൻ ആവാം എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? ശൈത്താൻ ആണ് എന്ന് നിങ്ങൾ ശൈത്താനും കൂടെ പറഞ്ഞെങ്കിലും ഓക്കെ. പക്ഷെ ഇവിടുത്തെ ശൈത്താൻ ആവാം എന്ന് പറഞ്ഞ് അത് തള്ളാൻ പറ്റൂല. സ്വപ്നവുമായി ബന്ധപ്പെട്ട് പറഞ്ഞാൽ അത് മുഴുവൻ ശൈത്താന്മാരാണെന്നാ. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്താ പിന്നെ അത് സ്വീകരിക്കുക? മഹാനായ ഇമാം ഷാഫി തങ്ങൾ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കണ്ട കഥ പറഞ്ഞിട്ടില്ലേ? അവിടുത്തെ വായിലേക്ക് തുപ്പിക്കൊടുത്ത സംഭവം പറഞ്ഞിട്ടില്ലേ? അത് ഇമാം റാസി റഹ്മത്തുള്ളാഹി അവിടുത്തെ മനാഖിബ് ഷാഫിയിൽ രേഖപ്പെടുത്തിയിട്ടില്ലേ? വേറെ ഈ അയിമത്തുകളെ രേഖപ്പെടുത്തിയിട്ടില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ട സ്വപ്നം കണ്ട് എത്ര മഹാന്മാരുടെ ചരിത്രങ്ങളുണ്ട്. ഇവർ ഏതെങ്കിലും ഒരു മഹാൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കണ്ട സംഭവം ഈ ഹുസൈൻ സലഫി ഉൾപ്പെടെയുള്ള ഏതെങ്കിലും മൗലവിമാരുടെ പ്രഭാഷണത്തിലോ പ്രസംഗത്തിലോ എഴുത്തിലോ സ്റ്റേജിലോ പേജിലോ വന്നിട്ടുണ്ടോ? വന്നിട്ടില്ല. അപ്പോൾ മുത്തുനബിയെ സ്വപ്നം കാണുക എന്നുള്ള സംഗതി തന്നെ ലോകത്ത് നടക്കൂല എന്ന് വിശ്വസിക്കുന്നവരാണ് ഈ മുജാഹിദുകൾ. ഇവരുടെ സലാം സുല്ലമിയുടെ ഷാഫി മദ്ഹബ് എന്ന പുസ്തകം ഒരാവർത്തി വായിച്ച ആർക്കും ബോധ്യപ്പെടും. ആ വിശ്വാസക്കാരാണ്. ആ സലാം സുല്ലമിയുടെ ആ യുക്തിവാദമുള്ളവരായ ഇവർ ഇന്നേ വരെയായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കണ്ട മഹാരഥന്മാരായ ആളുകൾ മുഴുവൻ ഓരോരുത്തരും രേഖപ്പെടുത്തിയത് ഒന്നിനൊന്ന് മെച്ചമായി രേഖപ്പെടുത്തിയ കഴിഞ്ഞ കാലഘട്ടത്തിലുണ്ടായ ഒരുപാട് സംഭവങ്ങൾ ഇമാം റാസി തങ്ങൾ പറഞ്ഞത്, ബഹുമാനപ്പെട്ട ഗസാലി ഇമാം പറഞ്ഞത്, അതുപോലെയുള്ള ഷാഫി ഇമാം പറഞ്ഞത്, അഹ്മദ് ബിൻ ഹംബൽ പറഞ്ഞത്, ഒരുപാട് മഹാന്മാർ ഡസൻ കണക്കിന് നൂറുകണക്കിന് ഇമാമിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കണ്ട കഥ പറയുന്നുണ്ട്. ഏതെങ്കിലും മങ്കൂസ് മൗലൂദിൻ്റെ അവസാനത്തുള്ളത് മാത്രമല്ല, ലോകത്ത് കഴിഞ്ഞു പോയ അയിമത്തുൽ രേഖപ്പെടുത്തിയ ഏതെങ്കിലും മുത്തുനബിയെ സ്വപ്നം കണ്ടതുമായി ബന്ധപ്പെടുത്തി രേഖപ്പെടുത്തിയ ഒരു അരവരി ഈ മൗലവിമാർ എവിടെയെങ്കിലും സമ്മതിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ മങ്കൂസ് മൗലൂദ് അല്ല നിൽക്കുന്നത്. നിങ്ങൾ സ്വപ്നവുമായി ബന്ധപ്പെട്ട മുത്തുനബിയെ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞ മുഴുവൻ ഇമാമിങ്ങളുടെ ആശയങ്ങളെ തള്ളുന്നുണ്ട്, ആ ഇമാമികളെ തള്ളുന്നുണ്ട്, ആ പറഞ്ഞതിനെ തള്ളുന്നുണ്ട്, മൊത്തങ്ങൾ തള്ളുന്നുണ്ട്. യാതൊരു സംശയവുമില്ല. ആ കൂട്ടത്തിൽ നിങ്ങൾ മങ്കൂസ് മൗലൂദിൻ്റെ അവസാന ഭാഗം തള്ളി എന്നുള്ളതുകൊണ്ട് ഇവിടെ ഒന്നും വരാനുമില്ല.